കാലങ്ങളായി ഞങ്ങൾ കാണുന്നതാണ്. ഞങ്ങളെ ലക്ഷദ്വീപിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ, അതൊരു അറ്റാക്ക് ആയിക്കോട്ടെ, എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും നമ്മൾ ഇവാക്വേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഹെലികോപ്റ്ററിൽ രോഗിയെ കയറ്റുക, നേരെ കേരളത്തിലെത്തിക്കുക. ഇവിടെയാണ് എല്ലാ ചികിത്സയും നടക്കുന്നത്. എന്തുകൊണ്ട് കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു മാറ്റവും ഇല്ല? അവിടെ നല്ലൊരു ഹോസ്പിറ്റലില്ല. ആളുകൾ ഈ കാലാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇത് മൺസൂൺ സീസണാണ്. ഈ കാലാവസ്ഥയിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ വരെ ബോട്ടിൽ കയറ്റി കടൽ മാർഗം കപ്പലിൽ കൊണ്ടുപോയി കപ്പലിലേക്ക് കയറ്റി അവിടെ നിന്ന് കൊണ്ടുവന്ന് കേരളത്തിലെത്തിക്കണം. അത് ഏതൊരു അസുഖം ബാധിച്ചാലും നമ്മൾക്ക് ഇങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. ഇതിൽ നഷ്ടപ്പെട്ടു പോയത് എനിക്ക് എൻ്റെ വാപ്പയെ തന്നെയാണ്. ഇങ്ങനെ ഒരു ഇവാക്യുവേഷൻ കറക്റ്റ് സമയത്ത് കിട്ടാതെ വന്നപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ചത് എൻ്റെ വാപ്പാനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞൊരു 2 മാസം കഴിയുമ്പോഴേക്ക് എൻ്റെ അനിയനെ നഷ്ടപ്പെട്ടു. അപ്പം ഈ 2 കൈയും, അതായത് ഒരു ദിവസം ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മളെ 2 കൈയും ഇങ്ങനെ ഇല്ലാണ്ടാവുക, ഇനി നടന്നു പൊക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. 2 കൈയും ഇല്ല. പക്ഷെ അവിടെ നിന്ന് നമ്മൾ എണീറ്റ് വരുന്നത് എന്തിനെന്നറിയോ? എനിക്ക് വന്ന അനുഭവം ഇനി ഒരാൾക്ക് വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്. അവിടെ നിന്നാണ് ഞാൻ തീരുമാനിച്ചത് എൻ്റെ പ്രൊഫഷൻ ഡയറക്ഷൻ ആവണമെന്ന്. അവിടെ നിന്നാണ് ഞാൻ തീരുമാനമെടുത്തത് ഞാനൊരു ഡയറക്ടർ ആവണം. എൻ്റെ നാട്ടിലെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറയേണ്ടത് എങ്ങനെയാണ്, എനിക്ക് കാണിക്കാൻ പറ്റുന്നൊരു സ്ഥലം എവിടെയാണ്. ഇന്ന് സിനിമ കാണാത്ത ആരും ഇല്ലല്ലോ. ഒരുപാട് പേര് സിനിമ കാണുന്നുണ്ട്. സിനിമയിലൂടെ നമുക്ക് പറയാം നമ്മളെ നാടിൻ്റെ അവസ്ഥ, നമ്മളെ ആളുകളുടെ അവസ്ഥ ഒക്കെ പറയാം. അങ്ങനെ പറഞ്ഞൊരു സിനിമ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത ഫ്ലഷ് എന്ന് പറയുന്ന സിനിമ. അതിൽ ഞാൻ പറയുന്നുണ്ട്, ആ കൂട്ടരെ നമുക്ക് ഫ്ലഷ് അടിച്ച് കളയാമെന്ന് തന്നെയാണ്. അത്രയും അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടും അവരെന്നെ ടാർഗറ്റ് ചെയ്തു. രാജ്യദ്രോഹിയാക്കിയത് പോരാ, അവളെ മാക്സിമം ആക്രമിക്കാം എന്നുള്ള തരത്തിൽ. പക്ഷെ നമ്മളെ കഴിവെന്ന് പറയുന്നത് ഒരു കൂട്ടരെ ആക്രമിച്ചാൽ പോകുന്നതാണോ? അല്ല.